തൃശൂരിൽ വെച്ച് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകന്റെ ചെരുപ്പ് വിയൂർ സെൻട്രൽ ജയിലിന്റെ വളപ്പിൽ നിന്ന് കണ്ടെത്തിയെന്ന വിവരം. ജയിൽ പരിസരത്ത് തന്നെ ഇയാൾ ഒളിച്ചിരിക്കാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. ആലത്തൂരിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കൊടുത്ത ശേഷം കൈവിലങ്ങ് ഉണ്ടായിരുന്നില്ലെന്നാണ് തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴി. സൂര്യ സജ്ജി തൃശൂരിൽ നിന്ന് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി നമുക്കൊപ്പം ചേരുന്നു. ഈ ബാലമുരുകൻ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ട് എന്ന് പോലീസ് വിശ്വസിക്കാൻ കാരണം എന്താണ് സൂരജ്? ബാലമുരുകൻ അധിക ദൂരത്തേക്ക് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ അനുമാനം. അതായത് ഇന്നലെ ഈ ജയിലിന് മുന്നിലേക്ക് എത്തുന്ന സമയത്ത് ഈ പ്രധാന റോഡിനോട് ചേർത്താണ് ഈ ബാലമുരുകൻ മൂത്രമൊഴിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. ആ സമയത്ത് ഈ കാറിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ മാത്രം പുറത്തിറങ്ങുന്നു. അങ്ങനെയാണ് ബാലമുരുകൻ ഈ ജയിൽ കോമ്പൗണ്ടിനകത്തേക്കാണ് ചാടുന്നത്. വലിയ മതിൽക്കെട്ടാണ്. ആ മതിൽക്കെട്ട് എടുത്ത് ചാടി ഈ ചെറിയ കാടാണ്, കുറ്റിക്കാടാണ്. ആ കുറ്റിക്കാടിനുള്ളിൽ പതുങ്ങി എന്നുള്ളതാണ് തമിഴ്നാട് പോലീസ് ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി. തുടർന്ന് അവർ ഒരു പ്രാഥമികമായ തെരച്ചിൽ നടത്തി. പക്ഷേ രാത്രിയാണ്, അവിടെ CCTV ഇല്ല, വെളിച്ചമില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ തെരച്ചിൽ ഫലം കണ്ടില്ല. ഇതിന് ഒരു അരമണിക്കൂറിനൊക്കെ ശേഷമാണ് ലോക്കൽ പോലീസിന് ഇവർ വിവരം ധരിപ്പിക്കുന്നത്. അതിനോടകം തന്നെ ബാലമുരുകൻ രക്ഷപ്പെട്ടിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഈ ജയിൽ കോമ്പൗണ്ട് എന്ന് പറയുന്നത് വലിയ ദൂരമുള്ള കോമ്പൗണ്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ട ബാലമുരുകന് അധിക ദൂരത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പോലീസ് അനുമാനിക്കുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് വിയൂരും അതോടൊപ്പം തന്നെ വിയൂരിന്റെ സമീപ പ്രദേശങ്ങളും ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. അത് ആളൊഴിഞ്ഞ കെട്ടിടങ്ങളിലും അതോടൊപ്പം തന്നെ റെയിൽവേ മേൽപ്പാലത്തിന്റെ അടിവശവും അടക്കം തെരച്ചിൽ നടത്തുന്നു. ഈ ആളൊഴിഞ്ഞ കെട്ടിടം, കാടുകൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. കഴിഞ്ഞ തവണ, അതായത് ഒരു വർഷം മുമ്പ് സമാനമായ രീതിയിൽ അന്നും ബാലമുരുകൻ ചാടിപ്പോയിരുന്നു. അന്ന് വിയൂർ ജയിലിന് സമീപത്ത് നിന്ന് ചാടിപ്പോയ ബാലമുരുകൻ പവർ ഹൗസിന് സമീപത്തെത്തി അവിടുത്തെ കുറ്റിക്കാട്ടിൽ മണിക്കൂറുകൾ പതുങ്ങിയിരുന്നായിരുന്നു രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇതിന് സമീപത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഒരു ചെറിയ സർക്കിൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പോലീസ് വിന്യാസം നടത്തിക്കൊണ്ടുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ തൃശൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ തമിഴ്നാട് പോലീസ് പ്രാഥമികമായി വിയൂർ പോലീസിന് നൽകിയ ഒരു മൊഴിയുണ്ട്. ആ മൊഴിയിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നു. എപ്പോഴാണ് ഈ ബാലമുരുകനെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത് എന്ന് അടക്കം പരിശോധിക്കുന്നതിന്റെ ഭാഗമായി ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തുണ്ടായ വീഴ്ച അത് അടിവരയിട്ട് നിരത്തുന്നുണ്ട്. കാരണം ആലത്തൂരിൽ വെച്ച് ഇയാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നു. ഭക്ഷണം വാങ്ങിയതിനു ശേഷം അവിടെ നിന്ന് പിന്നീട് ഈ വിയൂരിലേക്കുള്ള യാത്രയിലുടനീളം ഈ കൈവിലങ്ങ് അണിയിച്ചിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണ് മൂത്രമൊഴിക്കാൻ ഇറങ്ങുന്ന സമയത്ത് ഇയാൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം ലഭിക്കുന്നത്. എന്തായാലും വ്യാപകമായ തിരച്ചിൽ അത് തൃശൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ കോണുകളിൽ നടക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.